ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പ്രതിഷേധ പൊങ്കാലയ്ക്ക് ആശമാർ. 100-ലധികം ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാലയിടും. ആശാ വർക്കർമാർക്കുള്ള പൊങ്കാല കിറ്റുകൾ സുരേഷ് ഗോപി നൽകും. ആശാ വർക്കർമാർക്ക് നല്ലത് സംഭവിച്ചേ മതിയാകൂ എന്നും ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. നല്ലത് സംഭവിച്ചേ മതിയാവൂ, അത് തന്നെയാണ് എന്റെ പക്ഷം. അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് സംസ്ഥാനം ഇപ്പോഴും ഒരു അനങ്ങാപ്പാറ നയത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പറയണ്ട, അവരതിന്റെ സമയമെടുക്കും. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്ന പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും, അതൊക്കെ അവർക്ക് നോക്കണ്ടേ. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ചർച്ചയ്ക്കല്ല, ഞാൻ അവിടെ എന്താണോ എവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആരെയും അങ്ങനെ അങ്ങ് എഴുതി തള്ളാതെ വരും, വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ അവരെന്നല്ല ആരുമില്ല. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. കഴിഞ്ഞ ദിവസവും സുരേഷ് ഗോപി ആ സമരപ്പന്തലിലേക്ക് എത്തിയിരുന്നു. നദ്ദയുടെ രാജ്യസഭയിലെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപി സമരപ്പന്തലിൽ എത്തിയത്. ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷാനിർഭരമായ കാര്യങ്ങളാണ് സുരേഷ് ഗോപി ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആശമാർ ആറ്റുകാൽ പൊങ്കാല ദിവസവും ആ പൊങ്കാല ഇട്ടുകൊണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ സമരം ഇപ്പോൾ വ്യാപിക്കുന്നത്, ഏതൊക്കെ തരത്തിൽ വിപുലപ്പെടുത്താനാണ് ആശമാർ ആലോചിക്കുന്നത്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ചന്തു? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശമാർക്ക് ചെറിയ തോതിലെങ്കിലും അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലാണ് അവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. സമരം ഇന്ന് 31-ാം ദിവസമാണ്. നാളെ തലസ്ഥാന നഗരി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ തിരക്കിലായിരിക്കും. പക്ഷേ ഇവർ പ്രതിഷേധ സൂചകമായി നാളെ പൊങ്കാല അർപ്പിച്ച് ഈ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ആശമാർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന് സുരേഷ് ഗോപി ഇന്ന് രാവിലെ കുടുംബസമേതം ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിലേക്ക് പോകും വഴിയാണ് കാറിലിരുന്ന് ഈ ആശമാരോട് സംസാരിച്ചത്. അദ്ദേഹം ഇവർ പൊങ്കാല അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് 100-ലധികം കിറ്റുകൾ ഈ പൊങ്കാലയുടെ ഭാഗമായി നൽകാമെന്നാണ് പ്രധാനമായും വ്യക്തമാക്കിയത്. എന്തായാലും പ്രതീക്ഷ സ്വാഭാവികമായും ഉണ്ട്. എത്രമാത്രം പ്രതീക്ഷയിലാണ് ഇപ്പോൾ? കാരണം കേന്ദ്രം ആശമാരുടെ ഈ വേതനം വർദ്ധിപ്പിക്കാമെന്ന് പറയുന്നു, സംസ്ഥാനവും ആ നിലപാട് തന്നെയാണ്. പക്ഷേ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ വരുന്നുണ്ട്. പ്രതീക്ഷ എങ്ങനെയാണ്? അത് ഈ വേതനത്തിൻ്റെ വിഷയത്തിൽ അത് വ്യവച്ഛേദിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്രം തരുന്നത് ഇൻസെൻറ്റീവാണ്, അത് വർദ്ധിപ്പിക്കാം എന്ന് ഇന്നലെ പാർലമെൻറ്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദ പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം വർദ്ധിപ്പിക്കും എന്നുള്ളത് നമ്മളിനി കാണേണ്ടുന്ന കാര്യമാണ്. ഓണറേറിയം തരുന്നത് സംസ്ഥാന സർക്കാരാണ്, അത് വർദ്ധിപ്പിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ സമരം ആരംഭിച്ചത്. എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോൾ ഹരിയാന, ബംഗാൾ അടക്കം വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഓണറേറിയം നൽകുന്ന എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ സിക്കിമിൽ 10,000 രൂപ കൊടുക്കുന്നത് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. കർണാടകത്തിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. മറ്റെല്ലാ സ്റ്റേറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ ഈ ജീവിത ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കിട്ടുന്ന തുക നമുക്ക് ജീവിക്കാൻ മതിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് മെച്ചപ്പെട്ട കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ആരംഭിച്ചത്. പിന്നെ ഈ കണക്കിനകത്ത് ആശാവർക്കർമാർക്ക് ഒരു റോളും ഇല്ല. അത് ഗ്രാൻഡിങ് അല്ല അതിനെന്തോ പ്രത്യേകം ഗ്രേഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇത് നമുക്കതിനകത്ത് എന്ത് ഇടപാടാണുള്ളത്? ഒരിടപാടുമില്ല ആശാവർക്കർമാർക്ക്. ഇത് രണ്ടും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കേന്ദ്രം തന്നിട്ടല്ല കേരളത്തിൽ ഓണറേറിയം തരേണ്ടുന്നത്. ഓണറേറിയം തരേണ്ടുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇത്രയും നാൾ തന്നു എന്ന് പറയുന്നതും അവർ തന്നെയാണ്. അത് വർദ്ധിപ്പിച്ച് തരണമെന്ന് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിനോടാണ്. ആ ആവശ്യം ഉന്നയിച്ചാണ് ഞങ്ങളിവിടെ വന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലെങ്കിൽ 31 ദിവസം നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത്തെ 3-ാമത്തെ ദിവസം നമുക്ക് നിർത്തിപ്പോകാമല്ലോ. മറിച്ച് ഇത് നേടിയെടുക്കേണ്ടുന്നതാണ്. നമ്മളോട് അനുഭാവപൂർവമായ നിലപാട് സർക്കാർ സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലും ഉറച്ച വിശ്വാസത്തിലുമാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അതായത് ഈ കേന്ദ്രം ഇൻസെൻറ്റീവ് ഇപ്പോൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ ആശമാരുടെ ജീവിതം സന്തോഷകരമാകില്ല എന്ന് തന്നെയാണ്. സന്തോഷമല്ലല്ലോ, ഇത് ജീവിക്കാൻ വേണ്ടി മെച്ചപ്പെട്ട ഒരു ജീവിതം. ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് ഉള്ള സ്റ്റേറ്റ് ആയിരിക്കും കേരളം. ഇപ്പോൾ ഡൽഹി, കർണാടക, തമിഴ്നാട് ഇതുപോലെയുള്ള നിരവധി സ്റ്റേറ്റുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്.
ഇവിടെ 232 രൂപ കിട്ടുന്നതിൽ ഒരുപക്ഷെ 150 രൂപയും നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത് വണ്ടിക്കൂലിക്കാണ് ചിലവാക്കേണ്ടത്, അല്ലെങ്കിൽ പെട്രോളിനാണ് ചിലവാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ജീവിത ചെലവുകൾ കൂടുതലാണ്. ഇവിടെ ഈ കേരളത്തിൽ ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്ന കുഞ്ഞിനെയും അത് ഏത് തൊഴിലെടുക്കുന്ന രക്ഷാകർത്താക്കളാണേലും വിദ്യാഭ്യാസം ചെയ്യിക്കും. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ വിദ്യാഭ്യാസം ഇന്ന് ചിലവേറിയതായി വരുമ്പം മക്കളെ പഠിപ്പിക്കണ്ടേ? അപ്പോൾ അതിന് ചിലവില്ലേ? അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യവും ജീവിത ചെലവുകളും വളരെ വ്യത്യസ്തമാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പരിഗണിച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ബാക്കി എല്ലാ സ്റ്റേറ്റിലും എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ഈ കുംഭമേളയ്ക്ക് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് മൊണാലിസ എന്തോ മറ്റാണ് ആ കുട്ടിയുടെ പേര്. അവൾക്ക് 17 വയസ്സുണ്ട്. അവൾക്ക് അക്ഷരം എഴുതാൻ അറിയത്തില്ലെന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദ്യാഭ്യാസത്തിനൊന്നും അത്രയും പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല മറ്റ് സ്റ്റേറ്റുകൾ. പക്ഷേ നമ്മളങ്ങനെയല്ലല്ലോ. ഏത് പണിയെടുക്കുന്നവനും അവൻ്റെ കുഞ്ഞുങ്ങളെ ഏത് തലമുറയും പഠിപ്പിക്കാൻ ശ്രമിക്കും. ഇന്ന് വിദ്യാഭ്യാസം ചിലവേറിയ ഒരു സാധനമായി മാറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് പൈസ വേണ്ടേ അതാണ് നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജീവിത ചെലവുകൾ വെച്ചാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് മറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ പ്രതിഷേധ സൂചകമായി പൊങ്കാലയൊക്കെ ഇടുന്നുണ്ടെന്ന് പറയുന്നു. പ്രതിഷേധ സൂചകമല്ല, അത് കൃത്യമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആശാ വർക്കർമാരായി ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ അവരെല്ലാ വർഷവും പൊങ്കാലയിടുന്ന ആളുകളാണ്. അപ്പോൾ നാളെ ഈ സമരവേദി ഞങ്ങൾ പൊങ്കാലയ്ക്കായിട്ട് നൽകുന്നു. ആശമാർക്ക് താല്പര്യമുള്ള എല്ലാ ആശമാർക്കും ഇവിടെ വന്ന് പൊങ്കാലയിടാം. തീർച്ചയായിട്ടും ലക്ഷ്മി, വർക്കേഴ്സ് അസോസിയേഷൻ ആ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തുകയാണ്. ചന്തുവാണ് ആ സമരപ്പന്തലിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മളും അത് തിരുത്താൻ തയ്യാറാണ്. പ്രതിഷേധ പൊങ്കാല എന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകൾ പൊങ്കാല ഇടുന്നവർ ഉണ്ട്, വിശ്വാസികളുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ പൊങ്കാല ഇടാം. അത്രമാത്രമാണ് അവരുടെ സമരസമിതി നേതാവാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത്.